തല്ലി വളർത്തി കൊണ്ടുവരുന്നതാ. പക്ഷെ അവർക്ക് കുറച്ച് ശരീരമോ സൗന്ദര്യമോ ഒക്കെ വെക്കുമ്പം ഇവരെ കസ്റ്റഡിയിലേക്കാക്കും. കൂടുതൽ കെയർ ചെയ്ത് അവരെ നോക്കും. അതെന്തിനു വേണ്ടിയാന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം. ഉണ്ടെങ്കിൽ കുറെ ദിവസം അത് തിളപ്പിച്ച് തരും. പിറ്റേന്ന് കൊടുത്തോണ്ടിരിക്കും. പിന്നെ ഇവരെനിക്ക് നല്ല കഞ്ഞി തന്നിരുന്നിട്ട് ഈ അമ്മമാർക്ക് പുളിച്ച കഞ്ഞി കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു മോളെ ഇവർക്കും ഇതാ കൊടുക്കുന്നതെന്ന്. എനിക്കും അത് തന്നോണ്ട് അത് തന്നെ എനിക്കും കുടിക്കേണ്ടി വന്നില്ലേ. ഇതെല്ലാം സമ്പത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് വേറൊരു ലോകത്തേക്കായി മാറിയതാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ മാറുമല്ലോ നമുക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം വരുമ്പോൾ. അപ്പം ഈ സുജിത്ത് എന്ന് പറയുന്ന ആള് ആരെങ്കിലും ഒരു പ്രാവശ്യം ഒരു സഹായം ചെയ്താൽ പിന്നെ നിരന്തരം ആൾക്കാരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മരുമകൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നത് ആവശ്യമുണ്ട്, ഇവിടെ കസേര ആവശ്യമുണ്ട്, ടേബിൾ ആവശ്യമുണ്ട്, ബിൽഡിങ് ചോരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു 100-100 പേരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവർക്ക് ഇവിടത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവർക്ക് അവരുടെ കിച്ചണിലേക്ക് ആളില്ല. ഈ പുള്ളിക്കാരത്തിൽ തന്നെയാണ് ഈ പാചകം എന്ന് പറയുന്നത്. ഇത്രയും പേർക്ക് വെക്കുക എന്ന് പറയുന്നത് പ്രയാസം തന്നെയാണ്. അപ്പോൾ അവരവിടെ ഒരു പാചകത്തിൻ്റെ ഒരാളെ വെക്കണമായിരുന്നു. അവരത് വെച്ചില്ല. ഇവർക്ക് വയ്യാത്തത് കൊണ്ട് ഇവർ ഈ കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒന്നുമില്ല. എന്നും പിള്ളേർക്ക് ഉപ്പുമാവ്, പിള്ളേർക്ക് എന്തെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കും. ഉപ്പുമാവ് പാടില്ലല്ലോ. കുറച്ച് മാവ് അങ്ങോട്ട് തട്ടിയിട്ട് കടുവറുത്ത് വീശി എടുത്ത് കൊണ്ട് കൊടുത്താൽ പോരെ. അവിടുത്തെ ഏതെങ്കിലും കുട്ടികൾ നന്നായിരിക്കും. പിന്നെ പുള്ളിക്കാരത്തി തീറ്റി പോറ്റും, നല്ല ഫുഡൊക്കെ കൊടുക്കും. അത് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കിയതും ആ കുട്ടിയുടെ വായിന്ന് വീണ ഒരു കാര്യം. ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പം ആ കുട്ടിക്ക് പ്രത്യേക ഒരു പ്രിവിലേജ് ഉണ്ട് ഇവിടെ. അവൾക്കും ഇവൾക്കും ഉണ്ട്. അതുകൊണ്ടല്ലേ മകൻ വിളിച്ചപ്പോൾ ഈ കുട്ടി ഇറങ്ങി പോയത്. അതായത് ഈ പെൺകുട്ടി ഇവർക്ക് അവർ വീട്ടിലുണ്ടാക്കുന്നേ, അതായത് ഈ മകന്റെ ഭാര്യയായ കുട്ടിയും ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയണ കുട്ടി മുതിർന്ന കുട്ടികളാ. ഇവർ 10th കഴിഞ്ഞിട്ട് ഇവർക്ക് ഇവരുണ്ടാക്കുന്ന ഫുഡ് കൊടുക്കും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മുതിർന്ന കുട്ടികളെ ഇവർ പാട്ടിലാക്കാൻ ശ്രമിക്കും. തല്ലി വളർത്തി കൊണ്ടുവരുന്നതാ. പക്ഷെ അവർക്ക് കുറച്ച് ശരീരമോ സൗന്ദര്യമോ ഒക്കെ വെക്കുമ്പം ഇവരെ കസ്റ്റഡിയിലേക്കാക്കും. കൂടുതൽ കെയർ ചെയ്ത് അവരെ നോക്കും. അതെന്തിനു വേണ്ടിയാന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പിള്ളേരെ എല്ലാം കൗൺസിലിംഗ് ചെയ്യണം. അമ്മമാരെയും കൗൺസിലിങ്ങിന് വിധേയമാക്കണം. അതെന്താണ് ആ കുട്ടികളെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് ഈ 2 മാസമൊക്കെ? അതെനിക്കറിയില്ല. അതിന്റെ അമ്മൂമ്മയാണ് പറഞ്ഞത്. എന്റെ അമ്മൂമ്മയും പറഞ്ഞു, അതിന്റെ അച്ഛന്റെ സഹോദരിയും പറഞ്ഞു. ഈ അനാമിക ചേച്ചി അവിടെ കണ്ടിരുന്നു ഈ മകന്റെ ഭാര്യ എന്ന് പറയുന്നത്? കണ്ടിരുന്നു, അറിയാം. സംസാരിച്ചിട്ടുണ്ടായിരുന്നു? സംസാരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയും മറ്റേ ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുന്ന കുട്ടിയാണ് ഇവര് കഞ്ഞിയും ചോറും ഒക്കെ എടുത്തോണ്ട് വരുന്നത്. അവിടേക്ക് വലിയ ബക്കറ്റിലോ അല്ലെങ്കിൽ ചരുവത്തിലൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകാനേ സമ്മതിക്കില്ല. എനിക്കവിടെ എപ്പം വിലക്കേർപ്പെടുത്തി അപ്പത്തൊട്ട് ഞാൻ അവിടെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇതാണ് സത്യം. എന്തുകൊണ്ട് നമ്മളെ ചില ഏരിയയിലേക്ക് വിലക്കുകൾ, കാരണം നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, നമ്മളവിടുത്തെ സ്റ്റാഫാണ്. അവരുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും പറ്റില്ല. കാരണം നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ജോലി ചെയ്യണം. പക്ഷെ അവിടെ പോലും ജോലി ചെയ്യാൻ അവര് ചില കണ്ടീഷൻസ് വെച്ചപ്പം എനിക്ക് സംശയം തോന്നി. പിന്നെ അവർക്ക് ഫോണിൽ നിന്ന് ചെവിയിൽ നിന്ന് ഫോൺ എടുക്കാൻ സമയം കിട്ടാറില്ല. ഈ അന്നദാനമൊക്കെ ഉള്ള സമയമാണെങ്കിൽ മാത്രം അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചെന്നതിൻ്റെ പിറ്റേന്ന് എന്തോ ഭാഗ്യത്തിന് അന്നദാനം ഉണ്ടായിരുന്നു. ഈ അന്നദാനമാണ് ഈ പുളിച്ച കഞ്ഞി, എന്നെ പുളിച്ച കഞ്ഞി കുടിപ്പിച്ചവളാ. ഇവരെനിക്ക് നല്ല കഞ്ഞി തന്നിരുന്നിട്ട് ഈ അമ്മമാർക്ക് പുളിച്ച കഞ്ഞി കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു മോളെ ഇവർക്കും ഇതാ കൊടുക്കുന്നതെന്ന്. എനിക്കും അത് തന്നോണ്ട് അത് തന്നെ എനിക്കും കുടിക്കേണ്ടി വന്നില്ലേ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കണല്ലേ, ദൈവമായിട്ടാണ് ആ കഞ്ഞിയും കൂടി ഞങ്ങൾക്ക് തരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കുടിച്ചിട്ടില്ല. കുറച്ച് കുടിച്ചപ്പോ പുളിച്ചിട്ട് വയ്യ. അപ്പൊ അപ്പോഴാ ഞാൻ ചോദ്യം ചെയ്തത്, അമ്മേ ഇത്
അമ്മ ഇങ്ങനെ അന്നേരം പറയാം ഇടയ്ക്കിടയ്ക്കൊക്കെ തരും. അന്നദാനം ഉണ്ടെങ്കിൽ കുറേ ദിവസം അത് തിളപ്പിച്ച് തരും. പിറ്റേന്ന് ഉണ്ട് കൊടുത്തോണ്ടിരിക്കും. പിന്നെ ഈ കുട്ടികളെടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഈ ഫുഡാണോ തരുന്നത്, ഇന്നലെ പുളിച്ച കഞ്ഞിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അമ്മമാർക്ക് കൊടുക്കും, ഞങ്ങൾക്ക് തരില്ല. അതെന്തുകൊണ്ട്? CWCയുടെ ഫണ്ടിൽ CWCയുടെ ശുപാർശയിൽ വന്ന കുട്ടികൾ അന്വേഷണ വിധേയമായിട്ട് ഇത് ഇപ്പോൾ റദ്ദാക്കിയതുപോലെ അന്നേ റദ്ദാക്കിയതിന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പിള്ളേർ സ്കൂളിൽ പോകില്ലേ, അവിടെ കൗൺസിലിങ്ങും കാര്യങ്ങളും ഉണ്ട്, ടീച്ചേഴ്സിനോട് പറയില്ലേ, അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കില്ല. ക്രിമിനൽ മൈൻഡാണ് കേട്ടോ ലേഡിക്ക്, ക്രിമിനൽ മൈൻഡ്. ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഒരു വീൽ ചെയറിലുള്ള ഒരു കുട്ടിയെ കുറിച്ച്, ലക്ഷ്മി, അവരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ദുരൂഹതയുണ്ടെന്ന്. ഉണ്ട്. ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്തായിരുന്നു? പിന്നെ ഇങ്ങനെ ഇരുന്ന് ചൊറിയാറുണ്ട്, ശരീരത്തെല്ലാം കരപ്പൻ വന്നതുപോലെ ചൊറിയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഇതെന്താണ്? അപ്പം ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പം പറഞ്ഞ് അതിങ്ങനെ ഇടയ്ക്ക് ഞാൻ 9 വയസ്സുള്ളപ്പം വരാൻ തുടങ്ങിയതാ, മാറും പിന്നെയും വരും, മാറും പിന്നെയും വരും. അങ്ങനെ ഇപ്പം അമ്മ മരിച്ചതിന് ശേഷം, ആ കുട്ടിക്ക് അമ്മ മരിച്ചു, അതിന് കുറേ കാലം അച്ഛൻ നോക്കിക്കൊണ്ടിരുന്നതാണ്. അച്ഛന് ഹാർട്ട് പേഷ്യൻ്റാണ്. പുള്ളിക്ക് ഒട്ടും വയ്യാതായപ്പോഴാണ് കരുണ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി. ആ കരുണക്കാരും ഈ അച്ഛനും കൂടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഇതെല്ലാം മാറി ഇവിടെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവർ അവിടേക്ക് ചെന്ന് ചോദിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് ലക്ഷ്മിയെ. പിന്നെ ലക്ഷ്മി വന്നതിന് ശേഷം ഓയിൽമെൻ്റ് ഒക്കെ തീർന്നിട്ട് മേടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ ചെറിയ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഓയിൽമെൻ്റ് ഇട്ടാൽ അത് പൂർണ്ണമായി മാറുന്നതായിരുന്നു. പക്ഷേ അവർക്കതിന് സമയമില്ല. പിന്നെ ഞാൻ ചെന്ന് വെള്ളം ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇപ്പം പറ്റില്ല, നിങ്ങളുടെ ജോലി ചെയ്യൂ, നിങ്ങളെന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, നിങ്ങളെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞു. ചികിത്സ കിട്ടാതെയാണ് കുട്ടി മരിച്ചത്. ഭക്ഷണവും കിട്ടുന്നില്ല, ചികിത്സയും കിട്ടുന്നില്ല. കുട്ടിയെ കൊണ്ടുവന്നപ്പം കുട്ടിയുടെ ശരീരത്തിൽ 3% ബ്ലഡ്, 3 എത്രയോ അങ്ങനെ കണ്ട കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. പിന്നെ ജലാംശയം ശകലം പോലും ഇല്ലായിരുന്നെന്നാ പറയുന്നത്. ഞാൻ ടോയ്ലറ്റിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഉള്ള പ്രശ്നം ഓർത്തിട്ടാണോ? അതെ, അവിടെ കിടപ്പ് രോഗികൾക്കും ഫുഡ് കൊടുക്കാത്തത് അങ്ങനെയാണ്. ടോയ്ലറ്റിൽ ഇവര് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കാൻ. അതുപോലെ തന്നെ ഈ ചേച്ചി ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ മരിക്കുന്നവരുടെ കാര്യങ്ങൾ. അതായത് ഒരാൾ മരണപ്പെടുമ്പം റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എവിടെയും ഇവര് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ബോഡിയൊക്കെ എവിടെയായിരിക്കും അടക്കം ചെയ്യുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്. ഒരാൾ മരിച്ച ക്രിസ്ത്യൻ, ഹിന്ദു, ഇസ്ലാം, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പം ചില ആൾക്കാർക്ക് വീട്ടിൽ ആളില്ലാത്തത് കൊണ്ടായിരിക്കും അവരെ പൊതു ശ്മശാനത്തിൽ കൊണ്ട് അടക്കും. ആ അടക്കുന്നതിൻ്റെ രേഖകളെങ്കിലും കാണണ്ടേ ഇവരെ കയ്യിൽ? ഇവർ ഇന്ന് വരെ ഇവരുടെ ഈ മരണപ്പെട്ട ആൾക്കാരുടെ ഒരു വിവരങ്ങളും പുറത്ത് വിട്ടിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ചോദ്യമാണ്. പിന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടറോടാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് അവിടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ, അവർ എങ്ങനെ മരണപ്പെട്ടു, അതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല. പിന്നെന്തിനാണ് അദ്ദേഹം ആ കസേരയിൽ കയറിയിരിക്കുന്നത്? ഇത് ചേച്ചി ചോദ്യം ചെയ്തതിന് ശേഷം ചേച്ചിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ചേച്ചി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നോ? അതല്ലേ പീഡന കേസ് കൊടുത്തത് എനിക്കെതിരെ, പ്രകൃതി വിരുദ്ധ പീഡനത്തിന്. അവിടുത്തെ ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെ മരുമകളുടെ കൂടെ ഉള്ള കുട്ടിയെയും കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. പിന്നെ ആ സമയത്ത് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോസൊക്കെ കിടപ്പുണ്ട്. അന്ന് അവിടെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കുട്ടിയും ഞാനും തമ്മിൽ എന്തൊരു അന്തരമാണെന്നറിയാമോ? നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു പെൺകുട്ടി. അവളൊന്ന് ആഞ്ഞു തള്ളിയാൽ ഞാൻ തെറിച്ച് ദൂരെ പോകും. ഇപ്പോഴാണ് പിന്നെയും ഞാനൊന്ന് വൃത്തിയായി. ഞാൻ തീരെ മെലിഞ്ഞിട്ടിരുന്ന സമയമാണ്. ഒരു കേസ് കൊടുക്കുമ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് വേണം പീഡിപ്പിച്ചു എന്നുള്ള ഒരു കേസ് കൊടുക്കാൻ. ചേച്ചി ഇപ്പോഴാണ്, അതായത് അവരുടെ മകന്റെ വിവാഹം, അതിനുശേഷമുള്ള വിവാദം, അതൊക്കെ നടക്കുമ്പോഴാണ് മാധ്യമങ്ങളാണെങ്കിലും
ഈ ജീവമാത സ്ഥാപനത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ ചെയ്യുകയും ചെയ്തത്. പക്ഷെ അതിന് മുന്നേ തന്നെ ചേച്ചി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ചേച്ചി പലപ്പോഴും ആ വീഡിയോകളുടെ ഇവർ ചെയ്യുന്ന, അതായത് ആ മകന്റെ വിവാഹം വൈറലായ സമയങ്ങളിൽ അടക്കം ചേച്ചി അതിന്റെ താഴെ പറയുന്നുണ്ട്, നിങ്ങളുടെ കള്ളം ഒരിക്കൽ പുറത്തു വരും, മാന്തി പുറത്തിടുമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ അത് എത്ര നാൾ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ട് കണ്ടിരുന്നോ. അപ്പോൾ ഇട്ടതിൻ്റെ അതിൻ്റെ അടിയിൽ കുറേ എഴുതിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ വാക്കി വെച്ചിട്ട് പോയത്, ഒന്നിൽ ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ വന്ന് അത് മാന്തി പൊളിച്ചിരിക്കും എന്നത്, അത് എനിക്ക് തന്നെ മാന്തി പൊളിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്നെ കൊണ്ടൊരു ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ചെറിയ കാര്യമാണ്, എന്നാൽ പോലും ഇതിലും വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല വീഡിയോകൾ ചെയ്തതും അടക്കം എല്ലാം മാധ്യമങ്ങളിലടക്കം ഈ ഗിരിജ ഇടപെട്ടാണ് മൂടി വെക്കപ്പെട്ടത്. തീർച്ചയായും ഗിരിജ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ശകലം പോലും ബുദ്ധിയുള്ള ഒരു സ്ത്രീയല്ല. ഇല്ലെങ്കിൽ വന്നിട്ട് ഞാനിട്ട പോസ്റ്റ് ആകെ 170 കമന്റ്. അന്ന് ഇവര് വീഡിയോ എനിക്കെതിരെ ചെയ്യുമ്പം 170 ലൈക്കും പിന്നെ 70 കമന്റും 142 ഷെയർ മാത്രമേ പോയിട്ടുള്ളൂ. ഇവര് എനിക്കെതിരെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു. അപ്പം ഞാൻ കരുതി കൂട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. അവർക്കത് അറിയാം, ഞാൻ അവരെയും കൊണ്ടേ പോകുള്ളെന്നും പറഞ്ഞ് പലപ്പോഴും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ നോക്കുമ്പോ ആദ്യ സമയങ്ങളില് അവര് മകന് വേണ്ടി അന്തേവാസിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴും ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നു അത്. അപ്പോഴും ഞാൻ പോസ്റ്റ് ഇട്ടു. ഇവർക്കെതിരെ നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വീഡിയോ ഇല്ലേ എന്നെ കൊണ്ട് റിമൂവ് ചെയ്യിച്ചത്. പിന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും വലിയൊരു അപമാനം തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പലപ്പോഴും പ്രതികളുടെ രേഖാചിത്രം വരയ്ക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് നല്ല ട്രീറ്റാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു മാന്യമായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ പോയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പീഡനത്തിന് എന്നെ സ്റ്റേഷനിൽ കയറ്റിയതിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവരെ ദ്രോഹിക്കുന്നതിൻ്റെ ഇരിപ്പുണ്ട്. ഇത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ളത് എൻ്റെ ഒരു ശപഥമായിരുന്നു. ഞാനത് കൊണ്ടുവന്നേ അടങ്ങും. കാരണം അവിടെയുള്ള കുട്ടികളെ അവരുടെ രക്ഷിതാക്കളെ പോലും കാണിക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ഞാൻ ഒരു കുട്ടിയെടുത്ത് ചോദിച്ചു, മോളെ ഈ പറഞ്ഞില്ലേ 3 കുട്ടികൾ, പറഞ്ഞു മോളെ ഇവര് കുഞ്ഞു കുട്ടികളല്ലേ, 2-ലോ 3-ലോ കണ്ട് പഠിക്കുമോ, അപ്പം നിങ്ങൾ ഒരു വീട്ടിൽ 3 പേരും ഇവിടെ വന്നോ, അതെന്ത് അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആരും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയണേ, അത് ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കും, ഇവിടെ നല്ല ആഹാരം കിട്ടും, ഇവിടെ നല്ല സ്ഥലമാണ്, സൂപ്പറാ എന്ന് ഒരു ആൻറ്റി വന്ന് പറഞ്ഞെന്ന്. എനിക്ക് തോന്നി ഈ അംഗൻവാടി ടീച്ചറായിരിക്കും. അങ്ങനെയാണ് ഈ അച്ഛനെ, ഈ കുട്ടികളെ 3 പേരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആ അച്ഛനെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി. ഓർത്തു നോക്കേ. അപ്പൊ കൊണ്ടുവരുന്ന ഏജന്റുമാർക്ക് ഇവര് പൈസ കൊടുക്കുന്നുണ്ടാവില്ലേ? കൊടുക്കുമായിരിക്കാം. അതേക്കുറിച്ച് നമുക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ഏജന്റ് ഉണ്ട്, ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തന്ത്രം എന്താന്ന് വെച്ചാൽ, CWC ചെയർമാനായിട്ടിരുന്ന രാജീവ് സാറേ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടുംബമുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ടെന്ന് പറയാം. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ തുടച്ച് നീക്കപ്പെട്ടാലും നിങ്ങളുടെ തലമുറ ഇവിടെ ഉണ്ട്. അതിലാരെങ്കിലും ഈ പാപത്തിൻ്റെ ഫലം അനുഭവിച്ചിരിക്കും. കാരണം നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, നിങ്ങളുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ള കുട്ടികളെ മുഴുവനും അവരെ മാതാപിതാക്കളെ പീഡന കേസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ കയറി വന്നത്. ഒരു മാതാവ് നെഞ്ചു പൊട്ടി കരയുന്നത് ഞാൻ എൻ്റെ ഈ ചെവിയിലാണ് കേട്ടത് മിനിഞ്ഞാന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത്. അവരും ഇതുപോലെ തന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി, 2 കുട്ടികളായി, തമിഴ്നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നയാ. മുമ്പോട്ട് പോകാൻ ഭാഷ അറിയില്ല. ഇപ്പോഴാണ് അവർ കുറച്ചുകൂടി നന്നായി മലയാളം പറയണത്. പിന്നെ വേറെ എന്ത് ജോലിക്ക് പോകണമെന്നറിയില്ല. അപ്പം വേറൊരാൾ അവരെ വിവാഹം കഴിച്ചു. ഇവരെ മകൾക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അവർ വിവാഹം കഴിച്ചത്. CWC ചെയർമാനും കൂടി ചേർന്നിട്ടാണ് ആ അച്ഛനെ പീഡന കേസിൽ ഉൾപ്പെടുത്തി. അതായത് ഈ 2ാം അച്ഛനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഈ പിള്ളേരെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ടാണ് പോയത്. ഇപ്പം അവർ പുറത്താണ്, കുവൈറ്റിലാണ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ഈ പരാതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയത്. ഇതിപ്പം ഓൺലൈൻ മാധ്യമങ്ങളും റിയാക്ഷൻ വീഡിയോക്കാരും ഒക്കെ ഏറ്റെടുത്ത് ഇത്രയും വിവാദമാക്കിയിട്ടും ഇതിനൊരു നടപടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് പത്തനംതിട്ട പോയി ADM-നെ കണ്ട് ഈ വീഡിയോ കാണിച്ച് കൺവിൻസ് ചെയ്യിച്ചിട്ടാണ് പിറ്റേന്ന് നടപടി ഉണ്ടായത്, പിള്ളേരെ അവിടുന്ന് മാറ്റിയതും ഒക്കെ.